എന്താ രാമേന്ദ്ര പ്രശ്നം? ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന വണ്ടി ഒതുക്കി എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ള ഒരു പെൺകൊച്ചു അത് കണ്ടിട്ട് പറയും ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടി. സദാചാരം ആരാ പെണ്ണ്? എനിക്കത് കാണിച്ചത് അത് ആരാ? ഇല്ലെങ്കിൽ സൗകര്യമില്ല, എനിക്ക് എന്റെ അവകാശം. അയ്യോടോ, ഈ അടയ്ക്കാ കുരുവിക്കാണോ പ്രശ്നം? മനുഷ്യര് കാണിക്കുന്ന പണിയാണോട് അയാൾ ചെയ്തത്? പരമനാറി. എന്താ പറയാ? കറക്റ്റ് ആണല്ലേ? കറക്റ്റാ, പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. പേഴ്സണൽ കാര്യമാണെങ്കിൽ വീട്ടിനകത്ത് വിളിച്ചിട്ട് വല്ല ചായ കൊടുത്തിട്ട് സംസാരിച്ചാ പോരെ? ഷാജി കേട്ടാ ഇവിടെ അരുതബു അരുത്. നിങ്ങളുടെ നാട്ടിൽ പേഴ്സണൽ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നല്ല സൂപ്പർ അടിപൊളി. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? അതാ നിന്റെ വിഷമം അല്ല? ശരി, ഒന്നുകൂടി പറഞ്ഞേ. ശരി. എന്റെ ബ്രെയിൻ സെൽസ് എന്റെ തന്തയ്ക്ക് വിളിക്കുന്നത്. ഈ കൊച്ചിന് എന്തോ പറയുന്നത്? തന്നെ മാത്രമേ കണ്ടുള്ളൂ, ആ ചേച്ചിനെ കണ്ടില്ലെന്ന്. നല്ല കാര്യമല്ലേ? ഒറ്റയ്ക്ക് ആ ചേട്ടൻ കാരണത്തിരിക്കുന്നതിന് എന്താണ് കുഴപ്പം? ആ ചേട്ടൻ ആണും പെണ്ണൊന്നും ഒരുമിച്ചിരുന്ന് മിണ്ടിയാ തന്നെ നിന്റെ കാണപ്പത്തിന്റെ അറ്റത്തുള്ള ചൊറിച്ചിലില്ലേ, അത് ഇതോടെ നിർത്തിക്കോളാം. എന്തായിരുന്നു ഇവിടെ സംഭവം? പറയും. എന്നാ മക്കള് ക്ലോസ് ആയിട്ട് പറ. എന്റെ അടുത്ത് പറ. നിങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറുക്കമ്മ. പൊതു സ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാം. അത് നിന്റെതല്ല. കാണിക്കാൻ പാടുള്ള കാര്യം നിങ്ങളോട് കാണിച്ചത്. അത് അനുമോളുടേത്. ബിഗ് ബോസ് തലേ കയറി ഇരിക്കണം തോന്നുന്നു കൊച്ചിന്റെ. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. അപ്പൊ നീ ഇവിടെ ഓരോ ജന്മങ്ങളെ എന്തിനാ? ഓഹോ, അങ്ങനത്തെ മാറിപ്പോയി കാണിക്കാൻ. ഓ, ഇജാതി സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട്. നല്ല അടികൊള്ളാത്തതിന്റെ വൈഫ് മെറ്റീരിയൽ. ഞാൻ പെട്ടു ഇല്ലേ? ഇതിപ്പോ ആ ചേട്ടൻ ആ ഫോണിൽ റെക്കോർഡ് ചെയ്തോണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇല്ലായിരുന്നെങ്കിൽ ആ പെൺകുച്ചിപ്പോ ഇത്രയും നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഇവർക്ക് ചീത്ത പേരും അവരുടെ കുടുംബത്തിലൊക്കെ നാണക്കേടും കാര്യങ്ങളൊക്കെ ആയേനെ. അതുകൊണ്ട് ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. സാരമില്ല, വിവരക്കേട് ഒരു കുറ്റമല്ല. കാരണം ഇതൊക്കെ പക്ക സദാചാരമാണ്. ഒന്ന് മനസ്സൊക്കെ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യാൻ നോക്കൂ. ഗ്രീൻ ഹൗസ് കപട സദാചാരം, അത് നമ്മൾ മലയാളികളുടെ ഒരു പൊതു സൂക്കൻ.